ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. ഇന്ന് സ്ക്വിഡ് ഗെയിം എന്ന സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 5ാമത്തെ എപ്പിസോഡ് അവസാനിച്ചത് നമ്മുടെ ഡിറ്റക്റ്റീവ് ആര്യൻ 2015 നടന്ന ഗെയിമിലെ വിന്നർ തൻ്റെ സഹോദരനാണ് എന്ന് അറിയുന്നതോടുകൂടിയാണ്. ഇത്രയും പണം കിട്ടിയിട്ടും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ അവസരം കിട്ടിയിട്ടും തൻ്റെ ബ്രദറിനെ എങ്ങനെ കാണാതായി? ഇത്രയും പണമുണ്ടെങ്കിൽ അവന് പുറത്ത് സന്തോഷത്തോടെ ജീവിക്കാമായിരുന്നല്ലോ, പിന്നെ എന്ത് പറ്റി എന്നുള്ള രീതിയിൽ ഡിറ്റക്റ്റീവ് ആകെ അന്തം വിട്ടുപോയി. പെട്ടെന്ന് അവിടെ ഫോൺ കോൾ വന്നപ്പോൾ ബോസ് ആ മുറിയിലേക്ക് വരുന്നു. അതിനുള്ളിൽ തന്നെ നമ്മുടെ ഡിറ്റക്റ്റീവ് ഒളിക്കുന്നു. ബോസ് ഫോൺ എടുത്തിട്ട് അടുത്ത ഗെയിം ഉടനെ തന്നെ ആരംഭിക്കുമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് പോകുന്നു. നമ്മുടെ ഡിറ്റക്റ്റീവ് ആകട്ടെ ഉടനെ തന്നെ വന്നിട്ട് ആ ഫോണിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അതിൽ നിന്നും ഔട്ട് ഗോയിങ് കോളുകൾ പോകുന്നുണ്ടായിരുന്നില്ല. ആ സീൻ അവിടെ കട്ട് ചെയ്ത് നമ്മുടെ പ്ലേയേഴ്സിനെ കാണിക്കുന്നു. അവരെല്ലാം അടുത്ത ഗെയിമിന് വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. നമ്മുടെ ഈപ്പച്ചൻ മാത്രം നനഞ്ഞ പാൻറ്റോടുകൂടിയാണ് നിൽക്കുന്നത്. അത് കണ്ട ഉടനെ നമ്മുടെ സേതു അവൻ്റെ ജാക്കറ്റ് അഴിച്ചിട്ട് ഈപ്പച്ചൻ്റെ പാൻറ്റിൽ നനഞ്ഞ ഭാഗം മറച്ച് കെട്ടിക്കൊടുക്കുന്നു. എന്നിട്ട് ഈപ്പച്ചനോട് പറയും, ഇപ്പം കാണാൻ ഭയങ്കര സ്റ്റൈലായിട്ടുണ്ട്. ഈപ്പച്ചൻ നന്ദിയോടെ അയാളെ നോക്കുന്നു. അങ്ങനെ പ്ലേയേഴ്സിനെ എല്ലാം കളിക്കളത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ കണ്ട കാഴ്ച കണ്ട് അവരെല്ലാവരും ഞെട്ടിപ്പോയി. ആ ഡോക്ടറെയും അയാളുടെ കൂടെ നിന്ന സെക്യൂരിറ്റീസിനെയും കൊന്ന് കെട്ടിത്തൂക്കിയിരിക്കുന്നു. ഈ ഗെയിം ഇവിടെ സത്യസന്ധമായിട്ടാണ് നടത്തുന്നത്. അതിലാരെങ്കിലും കള്ളങ്ങൾ കാണിക്കാൻ ശ്രമിച്ചാൽ ഇതായിരിക്കും ഗതിയെന്ന് ബോസ് എല്ലാവരോടും വാണിംഗ് നൽകുന്നു. നമ്മുടെ കീരിക്കാടനാകട്ടെ അടുത്ത ഗെയിം എന്താണെന്നറിയാതെ ആകെ ടെൻഷനായി ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ രതി പോയിട്ട് അവനെ ഇറിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അയാൾക്കാകെ ദേഷ്യം പിടിച്ച് ഭ്രാന്ത് പിടിച്ച പോലെയായി. അടുത്ത ഗെയിം 2 പേർ ചേർന്നാണ് കളിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പാർട്ട്ണറെ ചൂസ് ചെയ്യൂ എന്ന് അനൗൺസ്മെന്റ് വരുന്നു. അത് കേട്ടതോടെ നമ്മുടെ രതി പോയിട്ട് സേതുവിനോട് തന്നെ പാർട്ട്ണറായി സെലക്ട് ചെയ്യാൻ പറയുന്നു. പക്ഷേ സേതു ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. അത് കഴിഞ്ഞ ഉടനെ നേരെ നമ്മുടെ ചന്തുവിൻ്റെ അടുത്തേക്ക് പോയിട്ട് എന്നെ ചൂസ് ചെയ്തോളൂ, ഞാൻ എന്ത് വേണ്ടെങ്കിലും ചെയ്തു തരാം എന്നൊക്കെ പറയുന്നു. പുള്ളിക്കാരനും അതിന് മൈൻഡ് ചെയ്യുന്നില്ല. കാരണം എല്ലാവർക്കും അറിയാം രതി എപ്പോൾ വേണ്ടിക്കും കാല് വാരാം എന്നുള്ളത്. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ പാർട്ട്ണറെ ചൂസ് ചെയ്യുന്നു. സേതു അലിയെ പാർട്ട്ണറാക്കാമെന്ന് ചെല്ലുമ്പോഴേക്കും ചന്തു അലിയോട് പറയും, നമ്മൾ പാർട്ട്ണറായാൽ നമുക്ക് എല്ലാവരെയും തോൽപ്പിക്കാൻ സാധിക്കുമെന്ന്. അപ്പോൾ അലി നമ്മുടെ സേതുവിനെ നോക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അലി എപ്പോഴും മറ്റുള്ളവരെ പറ്റി കൂടി ചിന്തിക്കും. പക്ഷേ ചന്തു ആവട്ടെ സ്വന്തം ജീവനെ പറ്റി മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അലി തന്നെ നോക്കുന്നത് കണ്ടപ്പോൾ സേതു പറയേ കുഴപ്പമില്ല, ഞാൻ വേറൊരാളെ നോക്കിക്കോളാം, നിങ്ങൾ തമ്മിൽ തന്നെ പാർട്ട്നേഴ്സ് ആയിക്കോളൂ എന്ന് പറയുന്നു. അങ്ങനെ സേതു അടുത്ത പാർട്ട്ണറെ നോക്കുമ്പോഴേക്കും നമ്മുടെ ഈപ്പച്ചൻ മാത്രം ഒറ്റയ്ക്ക് ഒരു മൂലക്കിരിക്കുകയാണ്. അദ്ദേഹത്തെ ആരും ചൂസ് ചെയ്യുന്നില്ല. വൃദ്ധനല്ലേ, ആര് സെലക്ട് ചെയ്യാൻ? സേതുവിനെ കണ്ടതും ഈപ്പച്ചൻ പതിയെ എഴുന്നേറ്റ് സേതുവിൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. സേതുവിന് ഈപ്പച്ചനെ ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും ഗെയിമിൽ തൻ്റെ ജീവൻ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി കാരണം ഈപ്പച്ചനെ സെലക്ട് ചെയ്യാൻ സേതുവിന് ഒരു മടി. പക്ഷേ ഈപ്പച്ചൻ എന്താ ചെയ്തതെന്നറിയോ? എഴുന്നേറ്റ് വന്നിട്ട് സേതുവിന് തൻ്റെ ജാക്കറ്റ് ഊരി കൊടുക്കുന്നു. എന്നിട്ട് പറയും, ഇവിടെയുള്ള എല്ലാവരും നിന്റെ അപ്പിയറൻസ് നോക്കിയിട്ടാണ് നിന്റെ കൂടെ കളിക്കാൻ വരിക, അതുകൊണ്ട് ഇത് ധരിച്ചോളൂ എന്ന് പറയുന്നു. സേതുവിൻ്റെ ജാക്കറ്റ് ഓൾറെഡി ഈപ്പച്ചന് കൊടുത്തിട്ടാണല്ലോ ഉള്ളത്. എന്നിട്ട് ഈപ്പച്ചൻ അവിടെ നിന്ന് നടന്നു നീങ്ങുന്നു. സേതു അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് സേതുവിനോട് പറയും, ഞാൻ വളരെ സ്ട്രോങ് ആയ മനുഷ്യനാണ്, നമുക്ക് ടീമാവാം. അത് കേട്ടപ്പോൾ സേതു ഒന്നിങ്ങനെ ആലോചിച്ച് നിന്നിട്ട് നേരെ ഈപ്പച്ചൻ്റെ അടുത്തേക്ക് പോകുന്നു. ജീവൻ പോയാലും ശരി ഈപ്പച്ചൻ്റെ കൂടെ തന്നെ ടീമാവാം എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ നമ്മുടെ ഭാനുവും അല്ലിയും ഒരു ടീമായി ജോയിൻ ആവുന്നു. എല്ലാവർക്കും ടീമായി. നമ്മുടെ രതിക്ക് മാത്രം ഒരു ടീമും ഇല്ല. ആരും അവളെ സെലക്ട് ചെയ്തില്ല. നമ്മുടെ ഡോക്ടർ മരിച്ചുപോയത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരാളുടെ കുറവുണ്ടല്ലോ. ഹാൻ ഓരോരാളുടെ അടുത്തേക്ക് പോയിട്ട് ഞാൻ എന്തുവേണ്ടിക്കും ചെയ്തു തരാം, എന്നെ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞ് കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആരും അവളുടെ വാക്കുകൾ കേൾക്കുന്നു പോലുമില്ല. അവളാകെ പേടിയായി തുടങ്ങി. കാരണം ഈ ഗെയിമിൽ പാർട്ട്ണർ ഇല്ലെങ്കിൽ അവളെ എലിമിനേറ്റ് ചെയ്യുമോ എന്നുള്ള പേടി. അവൾ നേരെ നമ്മുടെ കീരിക്കാടൻ്റെ പാർട്ട്ണറുടെ അടുത്ത് പോയിട്ട് അവനെ വിശ്വസിക്കരുത്, അവൻ നിന്നെ ചതിക്കും, നീ എൻ്റെ കൂടെ കളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് യാചിച്ചു നോക്കുന്നു. പക്ഷേ അവനെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രതിയെ തള്ളി മാറ്റിയിട്ട് ഗെയിമിന് കീരിക്കാടൻ്റെ കൂടെ തന്നെ പോകുന്നു. അപ്പോഴേക്കും സെക്യൂരിറ്റീസ് അവിടെ വന്ന് രതിയെ പിടിച്ചു കൊണ്ടുപോകുന്നു. ഇത് കണ്ട കീരിക്കാടൻ സമാധാനം, അതിൻ്റെ ശല്യം അവസാനിച്ചല്ലോ എന്ന് പാർട്ട്ണറോട് പറയുന്നു. അങ്ങനെ ഇപ്പോൾ എല്ലാവരും ആ ഗെയിം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നു. കുറേ വീടുകളൊക്കെ പോലെ ഉണ്ടാക്കി വെച്ച് ഒരു ഗ്രാമം പോലെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ആ സ്ഥലം. ഇത് കണ്ട നമ്മുടെ ഈപ്പച്ചൻ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ താമസിച്ചിരുന്നതും ഇതുപോലൊരു ഗ്രാമത്തിൽ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ നോക്കിക്കൊണ്ട് വരികയാണ്. അതിനുശേഷമാണ് അടുത്ത ഗെയിം എന്താണെന്ന് റിവീൽ ചെയ്യുന്നത്. എല്ലാവർക്കും ഓരോ പാക്കറ്റ് കൊടുക്കുന്നു. അതിൽ 10 ഗോലികൾ വീതമുണ്ട്. അത് കണ്ടപ്പോൾ നമ്മുടെ സേതുവിന് ഇതെന്തപ്പ ഗെയിം എന്നുള്ള രീതിയിൽ ഭയങ്കര പേടിയും സംശയമൊക്കെ വന്നു. അപ്പോൾ ഈപ്പച്ചൻ പറയും, ഈ ഗെയിം എന്താണെന്ന് എനിക്കറിയാം, ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് തവണ കളിച്ചതാണ്. അത് കേട്ടപ്പോൾ നമ്മുടെ സേതുവിന് സന്തോഷമാവുന്നു. എന്താണെന്ന് വെച്ചാൽ ഇത്രയും നേരം വല്ല ശക്തി കൊണ്ടും കളിക്കേണ്ട ഗെയിമാണോ എന്ന് കരുതി പേടിച്ചിരിക്കുകയായിരുന്നു പാവം. ഇതിപ്പം ബുദ്ധി കൊണ്ടായതുകൊണ്ടും ഈപ്പച്ചന് നന്നായിട്ട് അറിയുന്നത് കൊണ്ടും പുള്ളിക്ക് ഇപ്പോൾ ഒരു സമാധാനമൊക്കെ ആയി. ഏതായാലും ജയിക്കുമല്ലോ, ജീവൻ പോകില്ലല്ലോ. അപ്പോൾ ഈപ്പച്ചൻ പറയും, ഞാനും നീയും ഇപ്പോൾ ഗാൺബു ആയി. ഗാൺബു അതെന്തോന്നും സാധനം, ഈ ബഡ്ഡി ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ ഇല്ലേ, അതാണ് ഈ ഗാൺബു എന്ന് പറയുന്നതെന്ന് ഈപ്പച്ചൻ അവനോട് പറയുന്നു. അങ്ങനെ 2 പേരും ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുക്കുന്നു. ബെസ്റ്റ് ഫ്രണ്ട്സ്, ബഡ്ഡി ആയിരിക്കുന്നു.
ആ സമയത്താണ് കളിയിലെ ട്വിസ്റ്റ് പുറത്തു വരുന്നത്. തങ്ങൾ കൊണ്ടുവന്ന പാർട്ട്നേഴ്സ് ഇല്ലേ, അവർക്കെതിരായിട്ടാണ് തങ്ങളിപ്പോൾ മത്സരിക്കേണ്ടത്. എന്താണ് ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും 10 മാർബിൾസ് ഉണ്ടല്ലോ, ആ മാർബിൾസ് പൂർണ്ണമായി 20 മാർബിൾസും സ്വന്തമാക്കുന്ന ആളാണ് വിന്നർ. ഗെയിം ഏത് തരത്തിലുള്ളതുമാവാം, പക്ഷെ അത് പിടിച്ചു വാങ്ങാൻ പാടില്ല, ഫൈറ്റ് കൂടാൻ പാടില്ല തുടങ്ങിയ ചില നിയമങ്ങളുണ്ട്. അത് കേട്ട ഉടനെ എല്ലാവർക്കും വിഷമമായി തുടങ്ങി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പാർട്ട്നേഴ്സാക്കി മാറ്റിയിരിക്കുന്നത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരെയായിരുന്നു. ആകെ 2 പേർക്ക് മാത്രമാണ് സന്തോഷം. ഒന്ന് നമ്മുടെ കീരിക്കാടൻ ജോസ്, മറ്റൊന്ന് നമ്മുടെ ഈപ്പച്ചൻ അമ്നേഷ്യയാണ്, എല്ലാം മറന്നുപോയി. അയാൾക്ക് എന്താണ് സംഭവം എന്ന് പോലും പിടിയില്ല. ജസ്റ്റ് മാർബിൾ കണ്ടു, അതായത് ഗോലി കണ്ടു, അയാൾക്ക് പഴയ കാലങ്ങൾ ഓർമ്മ വന്നു, അങ്ങനെ ചിരിക്കുന്നു. കീരിക്കാടൻ ജോസിനാവട്ടെ കൂട്ടിക്കൊണ്ടുവന്നവൻ ചത്താലെന്താ ജീവിച്ചാലെന്താ, അത്രേ ഉള്ളൂ, നമുക്ക് ജയിക്കണം. അതാണ് കീരിക്കാടൻ ജോസിന്റെ മൈൻഡ്. ചില ആൾക്കാരോ അയാളുടെ ഭാര്യയെ തന്നെയാണ് പാർട്ട്ണറായി കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും ഭയങ്കരമായിട്ട് വിഷമമാകാൻ തുടങ്ങി. എങ്ങനെയൊക്കെ കളിച്ചാലും ഒരാൾ കാരണം മറ്റൊരാൾ മരിക്കണം, അല്ല 2 പേരും പപ്പാതി തന്നെ ഗോലികൾ കയ്യിലെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചാലും 2 പേരും മരിക്കും. അങ്ങനെ എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ്. നമ്മുടെ ഈപ്പച്ചനാവട്ടെ എല്ലാം മറന്നുപോയിരിക്കുന്നു. താൻ എവിടെയാണെന്ന് പോലും ഓർമ്മയില്ലാതെ അവിടെയെല്ലാം താൻ പണ്ട് താമസിച്ചിരുന്ന തന്റെ കുട്ടിക്കാലത്തെ വീടന്വേഷിച്ച് നടക്കുകയാണ് അയാൾ. സേതു ആവട്ടെ അയാൾക്ക് പിന്നാലെ എന്ത് ചെയ്യണമെന്നറിയാതെ നടന്നുകൊണ്ടിരിക്കുന്നു. ഗെയിമിന് വേണ്ടി കൊടുത്ത 30 മിനിറ്റ് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. സേതു ഈപ്പച്ചനെ വാ നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണ് അയാള്. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഇങ്ങനെ പഴയ വീടും അന്വേഷിച്ച് നടക്കുകയാണ്. മറ്റൊരു വശത്ത് അലി ചന്തുവിനോടൊപ്പം എങ്ങനെ കളിക്കുമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ചന്തു അവനോട് പറയും, നമ്മൾ ഇങ്ങനെ തന്നെ നിന്നാൽ സമയം കഴിയും, നമ്മൾ 2 പേരും മരിക്കേണ്ടി വരും, അതിലും നല്ലത് നീയെങ്കിൽ നീ ജീവനോടെ ഇരിക്കുന്നതല്ലേ എന്നും പറഞ്ഞ് അലിയെ സമാധാനിപ്പിച്ച് ഗെയിം കളിക്കാൻ വിളിക്കുന്നു. ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ കയ്യിൽ എത്രയെങ്കിലും ഗോലികൾ ഒളിപ്പിച്ചു വയ്ക്കും. അത് ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ എന്ന് എതിരാളി പറയണം. പറഞ്ഞത് ശരിയാവുമെങ്കിൽ ആ ഗോലികൾ അയാൾക്ക് നൽകണം. അങ്ങനെ അവർ ഗെയിം കളിക്കാൻ ആരംഭിക്കുന്നു. അങ്ങനെ ചന്തു ഗെയിം കൃത്യമായിട്ട് നമ്മുടെ അലിയെ പഠിപ്പിച്ചു കൊടുക്കുന്നു. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അലി അതിൽ നന്നായിട്ട് കളിക്കാൻ തുടങ്ങി. ചന്തുവിന്റെ കയ്യിലുള്ള എല്ലാ ഗോലികളും അലിയുടെ കയ്യിലേക്ക് എത്തുന്നു. ചന്തുവിന്റെ കയ്യിലാകട്ടെ ഇനി ഒരേ ഒരു മാർബിളാണുള്ളത്. അപ്പോഴേക്കും ചന്തുവിന് ആകെ ദേഷ്യവും വിഷമവും ഒക്കെ വരാൻ തുടങ്ങി. അവൻ അലിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച്, നീ എങ്ങനെയാണ് ജയിക്കുന്നത്, ഞാനല്ലേ നിനക്ക് ഗെയിം പറഞ്ഞു തന്നത്, പിന്നെ നീ എങ്ങനെ എല്ലാ ഗെയിമിലും ജയിച്ചുകൊണ്ടിരിക്കും, നീ ചീറ്റ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ചന്തുവിന്റെ തലയിലേക്ക് ഗണ്ണ് വയ്ക്കുന്നു. ഉടനെ തന്നെ ചന്തു അലിയോട് സോറി പറഞ്ഞ് യാചിക്കാൻ തുടങ്ങി. എനിക്ക് ഫാമിലി ഉണ്ട്, എനിക്ക് എന്തായാലും പുറത്തു പോകണം, അവരെനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്തു കരയുന്നു. അപ്പോൾ അലിയും കരഞ്ഞുകൊണ്ട്, എനിക്കും ഫാമിലി ഇല്ലേ, അവരും എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് പറയുന്നു. ആ സീൻ കട്ട് ചെയ്ത് നമ്മുടെ കീരിക്കാടൻ ജോസിനെ കാണിക്കുന്നു. പുള്ളിക്കാരന്റെ പാർട്ട്ണർ ഗെയിം കളിച്ചിട്ട് കീരിക്കാടന്റെ പകുതി ഗോലിയും സ്വന്തമാക്കി തുടങ്ങി. കീരിക്കാടൻ ആകെ ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരന്റെ പാർട്ട്ണർ ആവട്ടെ അങ്ങനെ ചിരിച്ചും കളിപ്പിച്ചും ഒക്കെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. ദേഷ്യം വന്ന കീരിക്കാടൻ പറയും, ഈ ഗെയിം ശരിയല്ല, നീ ചീറ്റ് ചെയ്യാണ്, നമുക്ക് വേറൊരു ഗെയിം കളിക്കാം. അപ്പോൾ മറ്റോ പറയാ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ജയിച്ചുകൊണ്ടിരിക്കില്ല, പിന്നെ ഞാനെന്തിനാ ഈ കളി മാറ്റുന്നത്. കീരിക്കാടന് ദേഷ്യം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവനൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഗെയിം റൂൾ പ്രകാരം വയലൻസ് ചെയ്യാൻ പാടില്ല. ഉടനെ തന്നെ കീരിക്കാടൻ നേരെ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റീസിന്റെ അടുത്തേക്ക് പോയിട്ട് മറ്റൊരു ഗെയിം കളിക്കണം, ഇത് അവൻ പറഞ്ഞ പോലെയാണ് ഈ ഗെയിം കളിച്ചത്, അടുത്ത ഗെയിം ഞാൻ പറയുന്നത് പോലെ കളിക്കണം, എല്ലാവർക്കും ഒരേപോലെ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണ്ടേ എന്നൊക്കെ പറയുന്നു. അപ്പോൾ സെക്യൂരിറ്റി അത് ശരിയാണ്, അതുകൊണ്ട് ഗെയിം മാറ്റി കളിക്കൂ എന്ന് പറയുന്നു. അങ്ങനെ അടുത്തതായിട്ട് കീരിക്കാടൻ എന്ത് ഗെയിമാണ് പറഞ്ഞതെന്ന് അറിയാം. നിലത്ത് ഒരു കുഴി കൊത്തണം, നമ്മളെ കയ്യിലുള്ള ഗോലി ആ കുഴിയിലേക്ക് കൃത്യമായിട്ട് എറിയണം. അപ്പോൾ ആ എറിയുന്നതിൻ്റെ ഇടയിൽ ആരുടെ ഗോലിയാണോ അതിൻ്റെ അകത്തേക്ക് ആദ്യം വീഴുന്നത്, അപ്പോൾ അതിന് ചുറ്റുമുള്ള ഗോലികളൊക്കെ അയാൾക്ക് എടുക്കാം. ആ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം ശ്രമിച്ചിട്ടും മാർബിൾസ് ഒന്നും അതിനുള്ളിലേക്ക് വീഴുന്നില്ല. പക്ഷേ ഒരു 6-മത്തെയോ 7-മത്തെയോ തവണ കളിച്ചപ്പോഴേക്കും നമ്മുടെ കീരിക്കാടൻ്റെ ഒരു ഗോലി കൃത്യമായിട്ട് കുഴിയിലേക്ക് വീഴുന്നു. അതോടെ എതിരാളിയുടെ 6-7 ഗോലികൾ അയാൾ ഒറ്റയടിക്ക് സ്വന്തമാക്കുന്നു. ഇതേസമയം നമ്മുടെ ഈപ്പച്ചനാകട്ടെ ഇപ്പോഴും വീടന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അയാളെ കളിക്കാൻ വിളിച്ചുകൊണ്ട് പിന്നാലെ സേതുവും. ഒടുവിൽ ദേഷ്യം വന്ന സേതു ഈപ്പച്ചന്റെ കുപ്പായം പിടിച്ച് വലിച്ച് അയാളോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തല്ലേ, വാ നമുക്ക് കളിക്കാം എന്നും പറഞ്ഞ് ഈപ്പച്ചൻ അവനോടൊപ്പം കളിക്കാൻ കൂടുന്നു. ആദ്യ ഗെയിമിൽ തന്നെ നമ്മുടെ ഈപ്പച്ചൻ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞ് സേതുവിന്റെ കയ്യിൽ നിന്നും 5 മാർബിൾസും കരസ്ഥമാക്കുന്നു. സേതു ആകട്ടെ ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് അന്തം വിട്ടു നോക്കുന്നു. ഇവിടെ നമ്മുടെ അല്ലിയെയും ബാനുവിനെയും കാണിക്കുന്നു. 2 പേരും ഒരു മൂലയ്ക്ക് ഇരിക്കുകയാണ്. 2 പേർക്കും ഗെയിം കളിക്കാൻ ഒരു താല്പര്യമില്ല എന്ന് തോന്നുന്നു. എല്ലാവരും ടെൻഷൻ അടിച്ച് വേഗത്തിൽ ഗെയിമൊക്കെ കളിക്കുന്നു കണ്ടപ്പോൾ അല്ലി ബാനുവിനോട് പറയും, നമുക്കൊരു കാര്യം ചെയ്യാം, അവസാനത്തെ 1 മിനിറ്റിൽ ഒരേ ഒരു ഗെയിം, അതിലാരാണോ ജയിക്കുന്നത് അവർ മാത്രം ജീവനോടെ പുറത്തു പോകട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ബാനു ചോദിക്കും, അതുവരെ നമ്മൾ പിന്നെ എന്ത് ചെയ്യാനാണ്, അതുവരെ നമുക്ക് 2 പേർക്കും പരിചയപ്പെടാം, നമുക്ക് നമ്മുടെ കഥകൾ പരസ്പരം പറയാം, നീ ഇതുവരെ നിന്റെ പേഴ്സണൽ ലൈഫിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ, അത് പറ, എനിക്കത് കേൾക്കണം എന്ന് അല്ലി പറയുന്നു. അങ്ങനെ ബാനു അവളുടെ കഥ പറയുന്നു. ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ജോലി അന്വേഷിച്ച് കൊറിയയിലേക്ക് വരാൻ ശ്രമിച്ചവരാണ് ഞങ്ങൾ. ബോർഡറിൽ വെച്ച് എൻ്റെ അച്ഛനെയും അമ്മയെയും സൈനികർ പിടിച്ചു.
അച്ഛനെ അവിടെ വെച്ച് തന്നെ വെടിവെച്ചു കൊന്നു. അമ്മയെ അവർ തിരിച്ചയച്ചു. ഞാനും അനിയനും മാത്രമാണ് എങ്ങനെയൊക്കെയോ കൂടി ഇവിടേക്ക് എത്തിയത്. അവനിപ്പോൾ ഒരു ഓർഫനേജിലാണ്. എങ്ങനെയെങ്കിലും ഈ കാശുണ്ടാക്കിയതിന് ശേഷം അമ്മയെ കൂട്ടിക്കൊണ്ടുവരണം എന്ന് ഭാനു അവളോട് പറയുന്നു. ആ സമയത്ത് ഗെയിമിൽ തോറ്റുപോയ ഒരുത്തനെ സെക്യൂരിറ്റീസ് വെടിവെച്ച് കൊല്ലുന്നത് അവർ കാണുന്നു. ഭാനു അല്ലിയോട് അവളുടെ കഥ ചോദിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി ഡെഡ് ബോഡി കണ്ടത് എൻ്റെ അമ്മയുടേതാണ്. ഒരു ദിവസം ഞാൻ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ മരിച്ചു കിടപ്പുണ്ടായിരുന്നു. അവരുടെ തൊട്ടടുത്തായിട്ട് എൻ്റെ അച്ഛൻ കത്തിയും പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അയാളൊരു പാസ്റ്ററാണ്. അയാൾ എപ്പോൾ എൻ്റെ അമ്മയെ അടിച്ചാലും ദൈവത്തോട് ക്ഷമ ചോദിക്കും. പക്ഷെ അന്ന് അയാളത് ചോദിച്ചില്ല. ഒരുപക്ഷെ അയാൾക്കറിയാമായിരിക്കും ഈ തെറ്റിന് ദൈവം ക്ഷമിക്കില്ല എന്ന്. അതിനുശേഷം ഞാനൊരു ഡെഡ് ബോഡി കണ്ടത് എൻ്റെ അച്ഛൻ്റെതാണ്. അതിന് തൊട്ടടുത്തായിട്ട് അയാളുടെ ചോര പുരണ്ട കത്തിയുമായി നിൽക്കുന്ന എന്നെയുമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേക്കും അച്ഛന് കടം കൊടുത്ത എല്ലാവരും എൻ്റെ പിന്നാലെ വരാൻ തുടങ്ങി. ഞാൻ ഇവിടെ നിന്ന് പോയാൽ അതെല്ലാം തിരിച്ചു കൊടുക്കണം എന്ന് അല്ലി പറയുന്നു. നീ ഇവിടെ നിന്ന് പോയാൽ എന്തൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് അല്ലി ഭാനുവിനോട് ചോദിക്കുന്നു. ഞാൻ ഇവിടെ നിന്ന് ജീവനോടെ പോയാൽ എനിക്കും എൻ്റെ അനിയനും കൂടി ഒരു വീട് വാങ്ങണം. എൻ്റെ അമ്മയെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ലേ? കോടിക്കണക്കിന് പണമാണ് കിട്ടാൻ പോകുന്നത്. അത് വെച്ച് ഇത്ര മാത്രമേ ഉള്ളൂ ആഗ്രഹം എന്ന് അല്ലി വീണ്ടും ഭാനുവിനോട് ചോദിക്കുന്നു. ടി.വിയിൽ വളരെ മനോഹരമായ ഒരു ദ്വീപ് കണ്ടിരുന്നു. കുടുംബത്തോടൊപ്പം അവിടെ പോയി താമസിക്കണം എന്ന് ഭാനു പറയുന്നു. പക്ഷെ അല്ലിക്കാകട്ടെ ഇങ്ങനെ യാതൊരു ആഗ്രഹവുമില്ല. പുറത്തുപോയി കാണാൻ ഒരാൾ പോലുമില്ല. മറുവശത്ത് ഇപ്പോഴും നമ്മുടെ ചന്തു അലിയുടെ മുന്നിൽ കരഞ്ഞ് യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അലിയും ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല ഉള്ളത്. അതോടെ ചന്തുവിന്റെ ക്രിമിനൽ മൈൻഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. അവൻ അലിയോട് പറയും, നമുക്ക് രണ്ടുപേർക്കും ഇവിടെ നിന്ന് ജയിച്ചിട്ട് പോകാനുള്ള ഒരു ഐഡിയ എന്റെ പക്കലുണ്ട് എന്ന് ചന്തു പറയുന്നു. അതോടെ അലി അതെന്താ അത് എന്ന് ചോദിക്കുന്നു. നമ്മളിപ്പോൾ രണ്ടുപേരായിട്ട് പിരിഞ്ഞ് വേറെ ടീമംഗങ്ങളെ കണ്ടുപിടിക്കണം. ആരുടെ ഗെയിമാണോ തീരാതിരിക്കുന്നത് അവരുമായിട്ട് നമുക്ക് ഗെയിം കളിക്കാം. അങ്ങനെ അവരുടെ മാർബിൾസ് നമുക്ക് കരസ്ഥമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും ഈ മത്സരത്തിൽ നിന്നും ജയിച്ച് പുറത്തു പോകാം എന്ന് ചന്തു അലിയോട് പറയുന്നു. പക്ഷെ അലിക്ക് ആദ്യം അത് വലിയ വിശ്വാസമൊന്നും ആവുന്നില്ല. അപ്പോൾ ചന്തു എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കയ്യിൽ അവസാനമായിട്ടുണ്ടായിരുന്ന ഒരു മാർബിൾ ഉണ്ടല്ലോ, അതുകൂടി അവൻ അലിയെ ഏൽപ്പിക്കുന്നു. അതോടെ അലി ചന്തുവിനെ വിശ്വസിക്കുന്നു. അങ്ങനെ അലി അവിടെ നിന്നും പോകാൻ നോക്കുമ്പോൾ ചന്തു പറയും, ഈ മാർബിൾ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോയാൽ ആരെങ്കിലും തട്ടിപ്പറിച്ച് കളയും, അതുകൊണ്ട് അത് സേഫ് ആയിട്ട് കൊണ്ടുപോകണമെന്നും പറഞ്ഞ് അലിയുടെ കയ്യിൽ നിന്നും ആ മാർബിൾസ് ഒക്കെ കയ്യിലേക്ക് വാങ്ങുന്നു. എന്നിട്ട് അത് നിലത്ത് വെച്ച് തന്റെ ജാക്കറ്റ് അതിന് മുകളിലേക്ക് വെച്ച് മൂടുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ കീരിക്കാടനെ കാണിക്കുന്നു. കീരിക്കാടനും പാർട്ണറും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കയ്യിലുള്ള ഓൾമോസ്റ്റ് എല്ലാ മാർബിൾസും ഇപ്പോ ആ കുഴിക്ക് വെളിയിലാണുള്ളത്. ഇപ്പോൾ ആരെങ്കിലും ഒരു മാർബിൾ ആ കുഴിയിലേക്ക് ഇട്ടാല് അയാളായിരിക്കും വിജയി. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ കളി നിൽക്കുന്നത്. നമ്മുടെ കീരിക്കാടൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ മാർബിളും ആ കുഴിയിലേക്ക് എറിയുന്നു. പക്ഷെ അത് കുഴിയുടെ തൊട്ടടുത്തായിട്ട് പോയി നിൽക്കുന്നു, കുഴിയിലേക്ക് വീഴുന്നില്ല. കീരിക്കാടനെ കളിയാക്കിക്കൊണ്ട് അവന്റെ പാർട്ണർ ചിരിക്കുന്നു. എന്റെ കയ്യിൽ ഒരു മാർബിൾ കൂടിയുണ്ട്, ഇന്ന് ഞാൻ തന്നെ ജയിച്ചത് തന്നെ, നീ കാലിയാണ് മോനെ എന്നും പറഞ്ഞ് കീരിക്കാടനെ അവൻ കളിയാക്കുന്നു. എന്നിട്ട് അവൻ കയ്യിലുണ്ടായിരുന്ന ആ മാർബിൾ സൂക്ഷിച്ച് കുഴിയിലേക്ക് എറിയുന്നു. അവന്റെ നിർഭാഗ്യമോ കീരിക്കാടന്റെ ഭാഗ്യമോ എന്നറിയില്ല, അവന്റെ മാർബിൾ ടച്ച് ചെയ്ത് കീരിക്കാടന്റെ മാർബിൾ കുഴിയിലേക്ക് വീഴുന്നു. അങ്ങനെ കീരിക്കാടൻ ആ ഗെയിം ജയിക്കുന്നു. അങ്ങനെ എല്ലാ ഗോലികളും കീരിക്കാടന്റെ കയ്യിലേക്ക് കിട്ടുന്നു. കീരിക്കാടന് പെരുത്ത് സന്തോഷം. അവന്റെ പാർട്ണർ ആവട്ടെ പേടിച്ച് അവിടെ നിന്ന് ഓടാൻ നോക്കുമ്പോഴേക്കും സെക്യൂരിറ്റീസ് വന്ന് അവനെ വെടിവെച്ച് കൊല്ലുന്നു. ഇതേ സമയം നമ്മുടെ ചതിയൻ ചന്തു എന്ത് ചെയ്തു എന്നറിയോ? അലിയുടെ മാർബിൾസ് ഒക്കെ നൈസായിട്ട് മാറ്റിയിട്ട് അതിന് പകരം കുറെ കല്ലുകൾ നിറച്ച് അവന്റെ പൗച്ച് അലിയുടെ കഴുത്തിലേക്ക് കെട്ടിക്കൊടുക്കുന്നു. അലിയാവട്ടെ അതിനുള്ളിൽ നിറയെ ഗോലികളാണെന്ന് കരുതി ചന്തുവിനെ വിശ്വസിച്ച് മറ്റ് കളിക്കാരെ തേടി നടക്കുന്നു. ശേഷം ചന്തു ആ മാർബിൾസ് ഒക്കെ കൊണ്ടുപോയി സെക്യൂരിറ്റി കാണിക്കുന്നു. ഗെയിമിന്റെ റൂൾ പ്രകാരം വയലൻസ് ഉപയോഗിച്ച്, അതായത് ഫൈറ്റ് ചെയ്തുകൊണ്ട് മാർബിൾസ് മറ്റൊരാളിൽ നിന്ന് തട്ടിപ്പറിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. ചതിയിലൂടെ കൈക്കലാക്കാം. അങ്ങനെ സെക്യൂരിറ്റിയും അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇതേസമയം നമ്മുടെ ഈപ്പച്ചൻ എല്ലാ ഗസ്സുകളും കറക്റ്റായി ചെയ്തുകൊണ്ട് സേതുവിന്റെ ഗോലികളെല്ലാം സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സേതുവിന്റെ കയ്യിൽ ഒരേ ഒരു ഗോലി മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോഴാണ് സേതു നമ്മുടെ ഈപ്പച്ചന്റെ മറവിയെ തനിക്ക് ഉപകാരപ്രദമായി മാറ്റാൻ തുടങ്ങിയത്. ഈപ്പച്ചൻ കറക്റ്റായിട്ടാണ് പറഞ്ഞതെങ്കിലും ഇല്ല, നിങ്ങൾ മറ്റേതാണ് പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് ഈപ്പച്ചന്റെ എല്ലാ ഗോലികളും സേതു കൈക്കലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സേതുവിന് വളരെയധികം വിഷമമുണ്ട് അങ്ങനെ ചെയ്യുന്നതിൽ. കരഞ്ഞുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. സ്വന്തം ജീവനല്ലേ എന്തു വന്നാലും മുഖ്യം. ഈപ്പച്ചനും താൻ പറഞ്ഞത് എന്താണെന്ന് ഓർമ്മയില്ലാതെ സേതു പറഞ്ഞതിനൊക്കെ സമ്മതിക്കുന്നു. ഒരു ഘട്ടത്തിൽ സേതു ഈപ്പച്ചന്റെ എല്ലാ മാർബിൾസും സ്വന്തമാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈപ്പച്ചൻ സേതുവിനോട് പറയും, എന്റെതെല്ലാം തീർന്നു, എനിക്ക് കുറച്ച് കടം തരാമോ, നമുക്ക് വീണ്ടും കളിക്കാം. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അയാൾ സേതുവിനോട് ചോദിക്കുന്നു. അതൊന്നും സാധ്യമല്ല എന്ന് കരഞ്ഞുകൊണ്ട് ഈപ്പച്ചനോട് പറഞ്ഞ് സേതു തന്റെ കയ്യിലുള്ള മാർബിൾസ് എല്ലാം സെക്യൂരിറ്റിക്ക് അടുത്തേക്ക് കൊണ്ടുപോകുന്നു. പെട്ടെന്ന് നമ്മുടെ ഈപ്പച്ചൻ കീശയിൽ നിന്ന് ഒരു ഗോലി കൂടി പുറത്തേക്ക് എടുക്കുന്നു. എന്റെ കയ്യിൽ ഒന്ന് ബാക്കിയുണ്ട്, ഇത് ഞാൻ കണ്ടില്ലായിരുന്നു എന്ന് പറയുന്നു. അത്ഭുതപ്പെട്ടു പോയ ഹീറോ കയ്യിലുണ്ടായിരുന്ന മാർബിൾസ് ഒക്കെ എണ്ണി നോക്കുന്നു. ആ സമയത്തേക്ക് ഈപ്പച്ചൻ
വീണ്ടും എല്ലാം മറന്ന് വീണ്ടും തന്റെ വീട് അന്വേഷിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. സേതുവും പിന്നാലെ പോയിട്ട് നമുക്ക് ഈ കളി തീർക്കണം, അല്ലാതെ പോകുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഈപ്പച്ചൻ ഒരു വീട് കണ്ടെത്തി. ഇവിടെയാണ് ഞാനും എന്റെ ഭാര്യയും താമസിച്ചത് എന്ന് പറയുന്നു. ആ സമയമാകുമ്പോഴത്തേക്കും ഹീറോയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു തുടങ്ങി. കാരണം സമയം തീരാറായി, നമുക്ക് ഈ ഗെയിം പൂർത്തിയാക്കിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് സേതു ഒച്ച വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഈപ്പച്ചൻ പറയും, ഓക്കെ നമുക്ക് കളിക്കാം, പക്ഷേ നമ്മുടെ കയ്യിലുള്ള എല്ലാ മാർബിൾസും വെച്ചിട്ട് നമുക്ക് ബെറ്റ് വെക്കാം. അപ്പോൾ സേതു ചോദിക്കും, അതെങ്ങനെ ന്യായമാവും? അത് ശരിയല്ല, അതൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ കയ്യിൽ ഒന്നല്ലേ ഉള്ളൂ, എൻ്റെ കയ്യിൽ 19 എണ്ണമുണ്ട്, പിന്നെ ഞാൻ എങ്ങനെ എല്ലാം വെച്ച് ബെറ്റ് വെക്കും? ഉടനെ ഈപ്പച്ചൻ ചോദിക്കും, എന്നെ പറ്റിച്ച് ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞ് എൻ്റെ എല്ലാ മാർബിൾസും സ്വന്തമാക്കിയത് ന്യായമായ കാര്യമായിരുന്നു. അതായത് ഈപ്പച്ചൻ സേതു പറയുന്നത് നുണയാണെന്ന് മനസ്സിലാക്കിയിട്ടും തന്റെ ഗോലികളെല്ലാം അയാൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കേട്ട ഉടനെ കുറ്റബോധത്താൽ സേതു കരയാൻ തുടങ്ങി. അപ്പോൾ ഈപ്പച്ചൻ എന്ത് ചെയ്തെന്നറിയോ? തന്റെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ ഗോലിയും സേതുവിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട്, അതൊന്നും കുഴപ്പമില്ല, ഇവിടെ നിന്ന് നീ ജീവനോടെ പോയാൽ മതി, അതാണ് നല്ലത്. എന്തായാലും ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല, നമ്മളൊന്നുമില്ലെങ്കിലും ബഡ്ഡീസ് അല്ലേ, നീ ഇതുവരെ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി എന്ന് ഈപ്പച്ചൻ സേതുവിനോട് പറയുന്നു. പാവം സേതു കരഞ്ഞുകൊണ്ട് ആ മാർബിൾസും വാങ്ങി അവിടെ നിന്ന് നടന്നകലുന്നു. അവന്റെ പിന്നിൽ നിന്നും ഒരു ഗൺ സൗണ്ട് കേൾക്കുകയും ചെയ്യുന്നു. മറുവശത്ത് നമ്മുടെ അല്ലിയും ബാനുവും അത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് അവസാന നിമിഷമായപ്പോഴേക്കും ഒരു ഗെയിം കളിക്കാമെന്ന് പറയുന്നു. ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പോയിന്റിൽ നിന്നിട്ട് നമ്മുടെ കയ്യിലുള്ളതിൽ ഒരു ഗോലി ദൂരേക്ക് ഉരുട്ടിയിടണം. ഏറ്റവും ദൂരത്തിൽ പോകുന്നയാൾ വിജയിക്കും. എല്ലാ ഗോലികളും അയാൾക്ക് സ്വന്തമായിരിക്കും. അവരുടെ മുന്നിലായിട്ടുള്ള ഒരു ചുമര് ടാർഗറ്റായി വെച്ചുകൊണ്ട് അവർ ഗെയിം ആരംഭിക്കുന്നു. അല്ലി ബാനുവിനോട് ആദ്യം എറിയാൻ പറയുന്നു. ബാനു ഗോലി മുന്നിലേക്ക് ഉരുട്ടിയിടുന്നു. അടുത്തതായിട്ട് അല്ലിയുടെ ചാൻസ് ആണ്. അവള് ഗോലി എറിഞ്ഞതേയില്ല, ജസ്റ്റ് താഴേക്കിടുന്നു. അത് കണ്ട് ബാനു അവളോട് ദേഷ്യപ്പെടുന്നു. അപ്പോൾ അല്ലി പറയും, എനിക്കിവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ട് ഒന്നും സാധിക്കാനില്ല, നിനക്കാണെങ്കിൽ ഒരുപാടുണ്ട് താനും, അതുകൊണ്ട് തന്നെ നീ പുറത്തേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അതൊന്നും ശരിയല്ല, നമുക്ക് വീണ്ടും കളിക്കാം എന്ന് ബാനു പറയുന്നു. പക്ഷേ അല്ലി ആവട്ടെ, നീ ഇവിടെ നിന്നും പുറത്തേക്ക് പോയിട്ട് നിന്റെ അമ്മയോടും സഹോദരനോടുമൊപ്പം സന്തോഷത്തോടെ ജീവിക്കുക എന്ന് പറഞ്ഞ് അവളെ അയക്കുന്നു. മാത്രമല്ല, എന്നെ നിന്റെ പാർട്ട്ണറായി ചൂസ് ചെയ്തതിന് നന്ദി എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അല്ലി മരണമേറ്റുവാങ്ങുന്നു. മറുവശത്ത് നമ്മുടെ അലി ചന്തു തന്നെ ചതിച്ചതറിയാതെ അവനെയും നോക്കി നടക്കുകയാണ്. അവനെ അവിടെയൊന്നും കാണാതായപ്പോൾ സംശയം തോന്നിയ അലി തന്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ആ പൗച്ച് എടുത്തു നോക്കുന്നു. അതിൽ നിറയെ കല്ലുകളായിരുന്നു. പാവം അലി കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകാൻ തുടങ്ങി. അതോടെ അലിയെയും സെക്യൂരിറ്റി വെടിവെച്ചു കൊല്ലുന്നു. വളരെ സങ്കടകരമായ കാഴ്ചയോടെ 6ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. അപ്പോൾ ചങ്ങായിമാരെ, അടുത്ത എപ്പിസോഡുമായിട്ട് ഉടനെ തന്നെ വന്നേക്കാം.